RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, ലാലീഗിൽ മാത്രമല്ല റമോൺടാഡ കണ്ടിട്ടുള്ളത് നിങ്ങൾ, അതും ബാഴ്സലോണ അടിക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്നലെ കണ്ടു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി അടിക്കുന്നത്. അതും ഇന്നലെ മാത്രമല്ല, അതിന് മുമ്പുള്ള മത്സരത്തിൽ നാപ്പോളിക്കെതിരെ ഇതേപോലെ ഒരു ഗോളിന് പുറകിൽ പോയ ശേഷം 3-1 വിജയമാണ് അവിടെ നേടിയത്. കണ്ടിടൂ, ഇന്നലെ സാക്ഷാൽ ചെൽസി, അതും വെറും ചെൽസി അല്ല, ലിയാം റൊസാനിയറുടെ ചെൽസി. ഈ ചങ്ങായികളിൽ ഇപ്പൊ രണ്ടാമത്തെ റമോൺടാഡയാണ് അടിക്കുന്നത്. ഇന്നലെ നടന്ന വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ മത്സരത്തിൽ 2-0 പുറകിൽ പോയ ശേഷം ഹാഫ് ടൈമിന് ശേഷം ഒരു 2-3 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇറക്കി വിടുക ഗ്രൗണ്ടിലേക്ക്. പിന്നെ നടന്നത് ചരിത്രമായിരിക്കാണ്. നാപ്പോളിക്കെതിരെ അവസാനം നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇതേപോലെ ഒരു ഗോളിന് പുറകിൽ പോയ ശേഷം 3-1 വിജയമാണ് ചെൽസി സ്വന്തമാക്കിയത്. അപ്പൊ അതൊരു കളിയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം നടന്ന 5 മത്സരങ്ങൾ 5 വിജയിച്ചിട്ടാണ് ഈ ചങ്ങായി ഇപ്പൊ ചെൽസിയെ തേരോട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെൽസിക്ക് അവസാനം വരെ പൊരുതാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ചങ്ങായി. ചെൽസി ആരാധകര് ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, പണ്ടത്തെ ആ ഒരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചെത്തിയോ എന്നൊരു തോന്നലുണ്ട്. ആ തോന്നല് വെറുതെ അല്ല. എന്താ പറഞ്ഞാൽ ഈ 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആദ്യ മത്സരം ബേൺഫോർഡ് ആയിട്ട് 2-0 വിജയിച്ചു. അതിനുശേഷം പാഫോസ് FC ആയിട്ട് 1-0 വിജയം ഉണ്ടായി. അതിനുശേഷം ക്രിസ്റ്റൽ പാലസിനെ 3-1 തറപറ്റിച്ചിട്ട് അടുത്ത മത്സരം നാപ്പോളിനെ 3-2 തോൽപ്പിച്ചിട്ടാണ് അവര് റമോൺടാഡ നേടിയിട്ടാണ് അവർ വന്നത്. അടുത്ത മത്സരം 2-0 ഫസ്റ്റ് ഹാഫിൽ പുറകിൽ പോവാണ്. ഞാനൊക്കെ കളി നിർത്തി, ചെൽസിന്റെ കളി കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ കളി നിർത്തി. സെക്കൻഡ് ഹാഫ് കാണില്ലാതെ സെക്കൻഡ് ഹാഫ് തുടങ്ങി നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ട് പിന്നെ ഇരുന്ന് കളി കാണായിരുന്നു. മോനെ, ഒരു രക്ഷയില്ലാത്ത സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫില് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് കളി നിയന്ത്രിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു 2-3 സബ്സ്റ്റിറ്റ്യൂട്ട് വന്നില്ലേ, അതിൽ ചെൽസി അങ്ങോട്ട് എന്താ പറയുക, ഡൊമിനേറ്റ് ചെയ്യല്ല, അതിന്റെ അപ്പുറമായിരുന്നു കളി. അവസാനം 92-ാം മിനിറ്റിൽ എൻസോ ഒരു കിഡിലൻ ഗോളിലൂടെ 3-2 വിജയം സ്വന്തമാക്കിയിരിക്കണവര്. എമ്മാതിരി കളിയോടോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അങ്ങനെ അങ്ങനെ കത്തിക്കായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ 2-0 പുറകെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു 2025 അവസാന മത്സരം നടന്നപ്പോൾ 5-1 ചെൽസി വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവരെ പരാജയപ്പെടുത്തിയത്. അപ്പൊ അതിന്റെ പകരം വീട്ടിൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് തീർക്കാണെന്ന് വിചാരിച്ചു. അത്രയും അടിപൊളി കളിയും അതേപോലെ കിടിലൻ ഗോളുകളായിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ ചെൽസിക്കും 1-2 ചാൻസ് ഒക്കെ കിട്ടിയിട്ട് പക്ഷെ മുതലാക്കാൻ പറ്റിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇറക്കി വിട്ടു. എന്റെ മോനെ, ഒരു രക്ഷയില്ല പിന്നെ കളി. ഫെഡറനാറ്റയും കുക്കറേലയുടെ ഒക്കെ ഗോളുകളുണ്ടല്ലോ. കുക്കറേലയുടെ ഗോൾ എന്താണത്, കേട്ടന്നിട്ട് ഹെഡ് ചെയ്തിട്ട് ആ ബോസിന് ആ ഒരു വാശി ഉണ്ടല്ലോ, അതെങ്ങനെയും ഗോൾ ആക്കണം എന്നുള്ളൊരു ഇത്. അങ്ങനെ അതേപോലെ ഫസ്റ്റ് അടിച്ച ജോ പെഡ്രോയുടെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, എന്താ ഹെഡർ, ആ സൈഡിൽ നിന്ന് ചിപ്പ് ചെയ്തിട്ട് വരുന്ന സാധനം. രണ്ടും ഗോൾ കീപ്പർമാരുടെ മിസ്റ്റേക്ക് തന്നെയാണത്. ആ ഗോൾ കീപ്പറുടെ 2 പൊസിഷനിലായി തന്നെയാണ് വന്നത്. പക്ഷെ ചെൽസിയുടെ ആ ഫൈനൽ ഗോൾ, ആ ഗോളും കഴിഞ്ഞിട്ട് ആ ഷർട്ട് ഊരിയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട് മോനെ, ചെൽസി ഫാൻസിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ എൻസോ. മോനെ, ഒരു പുലിക്കുട്ടി തന്നെ ചങ്ങായി, ഒരു കാര്യമില്ല. ചെൽസിയുടെ ആ ഒരു ക്യാപ്റ്റന്റെ ഹാൻഡ് പാൻറ്റും കെട്ടിയിട്ട് ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, വേറെ ലെവലാണ് അല്ലേ. അങ്ങനെ ചെൽസി 2-0 പരാജയപ്പെടുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നവർക്ക് കിട്ടലാൻ ഒരു മറുപടിയാണ് കൊടുത്തത്. 3-1 വിജയം. അതോടുകൂടിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നാളത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി കഴിഞ്ഞാലാണ് ഈ 4ാം സ്ഥാനത്ത് എത്ര നേരം ഉണ്ടെന്ന്. ലിവർപൂളും ഇന്നലെ വിജയിച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് കിട്ടിയില്ല പോരന്നെ ആയിരിക്കും ഈ സീസണിൽ നടക്കുക, അതിൽ യാതൊരു സംശയമില്ല. ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിനും വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാർ ഒരുപാട് പേര് കടപുഴകുന്ന കാഴ്ചകൾ കാണാനുണ്ട്. ഇനി ഇന്നത്തെ രാത്രിയുള്ള മത്സരം കൂടി കഴിഞ്ഞാലാണ് ഈ ഒരു ടേബിളിൽ ടോപ്പ് 3 വലിയ മാറ്റങ്ങളൊന്നും ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല. അവര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റിയും ആഴ്സണലും അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയൊക്കെ ആയിട്ട്. പക്ഷെ 4ാം സ്ഥാനത്തിനും 5ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ, 4ാം സ്ഥാനത്തിന് വേണ്ടി എസ്പെഷ്യലി അതിനു വേണ്ടിയുള്ള മത്സരം പറഞ്ഞാൽ ഇങ്ങനെ 10-12 ടീമുകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതിന് എന്ത് സംഭവിക്കാം. ഇന്നത്തെ വിജയം നാളത്തെ തോൽവി നോക്കരുത്. അപ്പോ ഇന്നത്തെ വിജയം, ചെൽസിയുടെ വിജയം ചങ്ങായുടെ കോച്ചിനിരിക്കട്ടെ. എന്താ പറയുക, അത്ര ഗംഭീരമായിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് ഇറക്കി വിടും. സൂപ്പർ സബ്ബുകൾ എന്ന് പറയില്ല, അതൊക്കെ ഇതാണ്. ഇറങ്ങിയ ആൾക്കാരൊക്കെ അസിസ്റ്റ് കൊടുക്കുക, ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ പറയുക. ചെൽസി ഫാൻസ് ഇന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കര സാഡായിട്ടുണ്ടോ, 2-0 പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡ് കാട്ടിയ മണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ആ ഡിഫൻസിന് പോയത് തന്നെയാണ്. ചെൽസിയുടെ ഫസ്റ്റ് ഹാഫിൽ കളിച്ച അതേ കളി കളിച്ചാണെങ്കിൽ ചിലപ്പോൾ 1-2 ഗോൾ കൂടുതൽ അടിച്ചിട്ട് ജയിച്ചിട്ടുണ്ടാവും. ഇവർ ഡിഫൻസ് 2 ഗോളിൽ വിജയിക്കാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പോഴാണ് അവർക്ക് പഴിച്ചത്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ കണ്ടിട്ട് എൻ്റെ വിലയിരുത്തലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കളിയൊക്കെ ചെൽസി ജയിച്ചു, കാര്യമൊക്കെ ശരി. പക്ഷെ കളിയുടെ അവസാനത്തിൽ അവിടെ ഫുട്ബോൾ കളിയൊക്കെ മാറിയിട്ട് റെസ്ലിംഗ് നടന്നിട്ടുണ്ട്. എന്താ ചങ്ങായിമാരെ, ആ ടൊഡിബോയും അതേപോലെ തന്നെ ജോ പെട്രോം കൂടിയിട്ട് എന്താ ജോ പെട്രോട് ചിലപ്പോൾ എടുത്തങ്ങോട്ട് മലത്തിയിട്ടെന്ന് വിചാരിച്ചു. സാഞ്ചസ് ഒക്കെ വന്ന് പിടിച്ചൊഴിവാക്കിയില്ലെങ്കിൽ അവിടെ കൂട്ടത്തല്ലിനുള്ള ഒരിതാണ്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു കോമഡി പോലെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ ഗംഭീര ഫൗളും അട്ടിയും കിട്ടിയൊക്കെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെവൻസ് മത്സരങ്ങൾ അനുസ്മരിപ്പിക്കുന്ന തോതിലാണ് ഇന്നലെ ആ ചെൽസി തമ്മിൽ അങ്ങനെ ടൊഡിബോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടാണ് ആള് ഗ്രൗണ്ട് വിടുന്നത്. കളി തോൽക്കുമ്പോൾ ഇങ്ങനെ 2-0 ജയിച്ചു നിന്നിട്ട് കളി നോക്കുമ്പോൾ ആ പ്രൊസഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പ്ലേയേഴ്സ് തമ്മിൽ അവർ നാളെയും കാണേണ്ട ആൾക്കാരാണ്. ചിലപ്പോൾ ഒരേ ക്ലബ്ബിൽ ഒരേ ടീമിന് വേണ്ടി ഒരേ ക്ലബ്ബിലൊക്കെ കളിക്കേണ്ടി വന്ന അവസ്ഥ വരും ഇനി. അപ്പോൾ ഇങ്ങനെയുള്ള അതിനൊന്നും മുതിരാതിരിക്കുക, അതൊക്കെ പെട്ടെന്നുള്ള ആ പ്രൊസഷൻ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 6 എണ്ണം ചെൽസി ഓൺ ടാർഗറ്റിലേക്ക് എടുത്തപ്പോൾ 10 ഷോട്ടുകൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് എടുത്തിട്ടുണ്ട്. അതിൽ 6 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. 71% പൊസിഷൻ ഉണ്ടായിരുന്ന ചെൽസിക്ക് 29% മാത്രമാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിന് പൊസിഷൻ ഉണ്ടായിരുന്നത്. അവർ പൊസിഷൻ കീപ്പ് ചെയ്തില്ല, കിട്ടിയ ചാൻസുകളൊക്കെ വന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ ഡിഫൻസ് ഇറങ്ങിയത് അവർക്ക് വലിയ മണ്ടത്തരം തന്നെ ആയെന്ന് പറയാം. 673 പാസുകൾ ചെൽസി കംപ്ലീറ്റ് ചെയ്തപ്പോൾ വെറും 279 പാസുകൾ മാത്രമേ വെസ്റ്റ് ഹാം യുണൈറ്റഡ് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. 90% പാസിംഗ് അക്യുറസി ചെൽസിയുടെ ഭാഗത്തുണ്ടായിരുന്നു. 78% പാസിംഗ് അക്യുറസി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ 13 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 യെല്ലോ കാർഡ്, 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. വെസ്റ്റ് ഹാം യുണൈറ്റഡിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 9 കോർണേഴ്സ് ചെൽസി വിൻ ചെയ്തപ്പോൾ അത്രയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫുകളിൽ 3 കോർണേഴ്സ് മാത്രമാണ് ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ചെൽസിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി എനിക്ക് തോന്നുന്നു ചെൽസിയുടെ ഈ ഒരു 5 കണ്ടിന്യൂസ് വിജയം അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ടായിരുന്നു. ആ ചങ്ങായിയുടെ മുടി എങ്ങനെ വെട്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.